Hello dears, welcome back to Farha's recipes. ഇന്ന് നമുക്ക് കാബേജ് കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി പരിചയപ്പെട്ടാലോ. കാബേജ് മഞ്ചൂരിയൻ ആണ് ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കാബേജ് മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. കാബേജ് മഞ്ചൂരിയനുള്ള കാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കാബേജിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്രേറ്റിംഗ് ബോർഡ് എടുത്ത് അതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ കാബേജ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാബേജ് ഞാനിതാ ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്നത് വെള്ളം ചേർക്കാതെയാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. അപ്പോൾ കാബേജിലുള്ള വെള്ളം തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അപ്പോൾ ഇതേ സൈസിലുള്ള ചെറിയ ബോൾസുകളാക്കി നമുക്ക് മാറ്റാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ബോൾസുകൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബോൾസുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ബോൾസുകളെല്ലാം റെഡിയായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കണ്ടേ. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി, അതുപോലെ ഒരു ക്യാപ്സിക്കം, ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാബേജ് ബോൾസ് ഫ്രൈ ചെയ്തെടുത്ത് അതേ ഓയിൽ തന്നെയാണ് ഈ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതൊന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഉള്ളിയുടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച കാബേജ് ബോൾസാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ടീസ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു
ഒന്ന് തിക്ക് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കാബേജ് മഞ്ചൂരിയൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് മഞ്ചൂരിയൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.